മാന്യ ഭക്തജനങ്ങളെ, പാറയിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം, തലക്കുളം, പുത്തൻകുളം പി.ഒ. സർവമംഗളകാരനും ക്ഷിപ്രപ്രസാദിയും ഓംകാരപ്പൊരുളുമായ സുബ്രഹ്മണ്യൻ ചതുർബാഹു ആയിട്ടുള്ള പ്രസിദ്ധമായ തലക്കുളം പാറയിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ദേശീയ തൈപ്പൂയ മഹോത്സവവും 7ാമത് പ്രതിഷ്ഠാവാർഷിക മഹോത്സവവും 2025 ഫെബ്രുവരി 6 മുതൽ 11 വരെ. നിറഞ്ഞുകത്തുന്ന അക്ഷയദീപങ്ങൾക്ക് നടുവിൽ അഷ്ടൈശ്വര്യ പ്രഭാവങ്ങളോടുകൂടി ചാരുസ്മിതനായി നിന്ന് ചതുർബാഹുക്കളാൽ അനുഗ്രഹിച്ച് തൃക്കടാക്ഷാമൃത ചൊരിയുന്ന സ്വാമിനാഥനായ പാറയിൽ ചതുർബാഹു സുബ്രഹ്മണ്യ സ്വാമി നമ്മുടെ പരിവേദനകൾക്ക് പരിഹാരമൂർത്തിയായി എന്നും നിലകൊള്ളുന്നു. ശതകോടി പ്രണാമങ്ങൾ. നമസ്കാരം, എൻ്റെ പേര് ഷൈജു. ഞാൻ ഈ പാറയിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറിയാണ്. നമ്മുടെ ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പുരാതന കാലത്തുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം ഇടക്കാലത്ത് വെച്ച് വർഷങ്ങൾക്ക് മുമ്പ് ജീർണിച്ചു പോയി. ഇത് നമ്മുടെ ജാനകി അമ്മ അടുത്തുള്ളതാണ്. ജാനകി അമ്മയാണ് ഈ ക്ഷേത്രം പുനരുദ്ധരണം ചെയ്തത്. അവർ ഇത് ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുവന്ന് ക്ഷേത്രം ഇവിടുത്തെ വിഗ്രഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ തെക്കൻ കേരളത്തിലെ അപൂർവ ചതുർബാഹു സുബ്രഹ്മണ്യമാണ്. 4 കൈയുള്ള സുബ്രഹ്മണ്യ പ്രതിഷ്ഠയാണ് ഇവിടെ പ്രതിഷ്ഠിച്ചാക്കുന്നത്. അതുകൂടാതെ നമുക്ക് ദുർഗാദേവിയുണ്ട്, ഗണപതി, നാഗർ, ഭുവനേശ്വരി, മാടൻസ്വാമി. പിന്നെ നമ്മളെ ഉത്സവം ആഘോഷിക്കുന്ന മകരമാസത്തിലെ തൈപ്പൂയ നാളിലാണ് ഇവിടുത്തെ ഉത്സവം ആഘോഷിക്കുന്നത്. എന്നിവിടെ നിൽക്കുന്നത് തൈപ്പൂയ നാളിലാണ്. മന്ദിരങ്ങളിൽ പ്രവേശിച്ചുടൻ സുഖത്തോടെ ഇത് ചൂടനെ സ്മരിച്ചിരുന്നോടു ശൈലരാജ് മനസ്സിലോപിച്ചു. ഇന്നും കല്യാണത്തിന് മണ്ഡപം സമർപ്പാനായി സുന്ദരനായി ശില്പി എന്നോടൊപ്പം ഉള്ളത് ശ്രീ ഷൈജു. അദ്ദേഹം ഈ തലക്കുളം പാറയിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം തങ്ങളുടെ പേര് അനിൽകുമാർ ഖജാൻജി. ക്ഷേത്രത്തിനെ കുറിച്ച് 2 വാക്ക്. ഞാൻ ഈ പാറയിൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ട്രസ്റ്റിന്റെ സെക്രട്ടറിയാണ്. ഇദ്ദേഹം ട്രസ്റ്റിന്റെ ഖജാൻജി ആണ്. നമ്മുടെ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്.
ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ചതുർബാഹു സ്വരൂപനായിട്ടാണ് നമ്മൾ പ്രതിഷ്ഠിച്ച് വയ്ക്കുന്നത്. അതുകൂടാതെ നമുക്ക് ഗണപതി, നാഗദൈവങ്ങൾ, ബ്രഹ്മക്ഷത്ത്, ദുർഗ, ഭുവനേശ്വരി, മാടന്തപുരം എന്നീ വിഗ്രഹങ്ങളുടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. പിന്നെ മകരമാസത്തിലെ തൈപ്പൂയ നാളിലാണ് ഇവിടുത്തെ ഉത്സവം. അതുകൂടാതെ ഇതിപ്പം 7ാമത്തെ പ്രതിഷ്ഠാ വാർഷിക ദിനവും കൂടിയാണ്. പിന്നെ ഈ ക്ഷേത്രം പുരാതന കാലം കൊണ്ട ക്ഷേത്രമാണ്. അത് അന്ന് കാലത്ത് ഇത് ജീർണിച്ചു പോയി ക്ഷേത്രം. ഈ ക്ഷേത്രം പിന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഈ നളനാക്ഷനോടെ അമ്മ, ഇദ്ദേഹത്തിന്റെ ഖജാഞ്ചിയുടെ അച്ചാമ്മ പിന്നെ ഈ ക്ഷേത്രത്തിന്റെ സ്ഥാപക ആയിരുന്നു. അദ്ദേഹം അവർ മരിച്ചുപോയി. ഇപ്പോൾ ക്ഷേത്രം പിന്നെ പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാഞ്ചി എല്ലാം കൂടെയാണ് നോക്കി നടത്തുന്നത്. പിന്നെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഇതിപ്പോ 7ാമത്തെ പ്രതിഷ്ഠാ വാർഷിക ദിനമാണ്. Mahmadi